പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെൻസർ ബൾബ് ഉപയോഗിച്ച് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാക്കുന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. അതായത് നമ്മളെ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ പറമ്പിലൊക്കെ നമുക്ക് ഒരു മോഷൻ ആരെങ്കിലും വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഇളക്കുണ്ടാകുന്ന സമയത്ത് കത്തുന്ന നമുക്ക് സെൻസർ ലൈറ്റുകൾ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനത്തെ ബൾബ് ഉപയോഗിച്ച് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ PVC പൈപ്പ്, പിന്നെ ജോയിൻസ് ആയുള്ള എൽബോയും അതുപോലെ ടീയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സ്ട്രീറ്റ് ലൈറ്റ് നിർമ്മിക്കുന്നത്. അപ്പോൾ നമ്മൾ ബൾബ് വരുന്ന ഭാഗത്ത് ശരിക്കും ഉപയോഗിക്കുന്ന റെഡ്യൂസറാണ്. അതായത് പൈപ്പുകളൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് വലിയ പൈപ്പും ചെറിയ പൈപ്പിലേക്ക് കൊടുക്കുന്ന റെഡ്യൂസേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഈ വട്ടത്തിലുള്ള സാധനം, ഈ വലുപ്പമുള്ള സാധനം, ഈ റെഡ്യൂസറിൻ്റെ അകത്തേക്ക് ബൾബ് നിൽക്കാവുന്ന രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ രൂപത്തിൽ നമ്മൾ ഈ PVC പൈപ്പിനെ അലൈൻ ചെയ്തെടുക്കണം. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ പല ഡിസൈനിൽ നമുക്കത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ നോർമലി നമ്മൾ പാർക്കുകളിലൊക്കെ കാണുന്ന രീതിയിലുള്ള സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഒരു ടെക്സ്ചറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഗം ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിൻ്റെ മേജർ പാർട്സൊക്കെ ജോയിൻ ചെയ്യുന്നത്. ഗം ഉപയോഗിച്ചില്ലെങ്കിൽ തന്നെ ഒരു ഉറപ്പും പിന്നെ നമ്മളിത് ഇളകി വരാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സ്റ്റാറിൻ്റെ ഗമ്മാണ് ഉപയോഗിക്കുന്നത്. നോർമലി നമ്മൾ വീടുകളിലൊക്കെ പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ഗമ്മാണ് സ്റ്റാറിൻ്റെ ഗമ്മ്. അപ്പോൾ അത് വെച്ചിട്ടാണ് അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇതിൽ നമ്മൾ എടുത്തേക്കുന്നത് 1.5 ഇഞ്ചിൻ്റെ പൈപ്പാണ്. അപ്പോൾ ഈ റെഡ്യൂസർ എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ 2 ഇഞ്ച് അതിന് മേലേക്കുള്ള റെഡ്യൂസറാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ ഒരു സോക്കറ്റും കൂടി ഇറക്കി വെച്ചിട്ട് നമ്മൾ ആ 1.5 ഇഞ്ചിനെ 1.5 ഇഞ്ചിലേക്ക് അത് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് സോക്കറ്റ് ഈ റെഡ്യൂസറിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കുകയാണ്. നന്നായി ഗം ചെയ്തിട്ടാണ് വെക്കുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് ബൾബ് വരുന്നത് കൊണ്ട് വെള്ളം ഒരു കാരണത്താൽ ഇതിൻ്റെ അകത്തേക്ക് ലീക്ക് ആവാത്ത രീതിയിൽ വേണം നമുക്ക് ചെയ്യണമെങ്കിൽ. ഇപ്പോൾ ഈ സോക്കറ്റിലേക്ക് ഇറക്കി വെച്ചു. നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഗമ്മ് തന്നെ പെട്ടെന്ന് ഉണങ്ങുന്ന ഗമ്മാണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പ്രസ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇത് ഉണങ്ങിപ്പോയാൽ പിന്നെ അത് കിട്ടത്തില്ല. ഇനി നമ്മൾ കട്ട് ചെയ്ത പാർട്സുകളെല്ലാം അസംബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഒരു രൂപ ഏകദേശം എല്ലാവർക്കും അറിയാമല്ലോ. ആ ഒരു രീതിയിലേക്കാണിത് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരു ചെറിയ പീസ് PVC പൈപ്പിൻ്റെ 1.5 ഇഞ്ചിൻ്റെ PVC പൈപ്പ് ഇതിൽ നടുക്ക് ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ബെൻഡാണ് ഇടുന്നത്. ബെൻഡിനാകുമ്പോൾ നമ്മൾ ആ ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെയൊക്കെ ഒരു ലുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ആവശ്യത്തിനുള്ള ഗമ്മൊക്കെ വെച്ചിട്ട് തുടർന്നുള്ള പാർട്സുകൾ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുവാണ്. അതിന് ചെരിവോ കാര്യങ്ങളൊന്നും വരരുത്. നേരെ ചെയ്താലേ നമുക്ക് ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ പൈപ്പുകളൊക്കെ കണക്ട് ചെയ്യുമ്പോൾ ചെരിവ് കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇതിലേക്ക് വെള്ളം ഇറങ്ങാതെക്കാൻ വേണ്ടി ആ ജോയിൻറ്റിൽ കറക്റ്റായിട്ട് നമ്മൾ കുറച്ചുകൂടി ഗമ്മൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഗമ്മ് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രശ്നമില്ല. കാരണം നമ്മൾ വെള്ളത്തിൽ, അതായത് പ്ലംബിങ് ആവശ്യങ്ങൾ പറഞ്ഞാൽ വെള്ളം പാസ് ചെയ്യാൻ വേണ്ടിയാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരം യൂസുകൾക്ക് നമ്മൾ ഗമ്മ് ഉപയോഗിക്കുന്നുണ്ട്. വെള്ളം ആയാലും ബുദ്ധിമുട്ടില്ലാത്ത ഗമ്മാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി മുകളിലേക്കുള്ള എൽബോ കണക്ട് ചെയ്യാണ്. ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ ഒരു വലിയ റെഡ്യൂസർ ഉപയോഗിച്ചു. അതിന് സോക്കറ്റ്, പിന്നെ എൽബോ ഒരെണ്ണം, പിന്നെ ടീ ഒരെണ്ണം, മുകളിൽ വൃത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു എൻഡ് ഗ്യാപ്പ് ഉണ്ട്. പിന്നെ അത് കൂടാതെ
6 മീറ്ററിൽ പൈപ്പും ഉപയോഗിച്ചിട്ടുണ്ട്, 1.5 ഇഞ്ചിൻ്റെ പൈപ്പ്. വേണമെങ്കിൽ കട്ടി കൂടെ പൈപ്പുകൾ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ പിന്നെ വീട്ടിൽ അവൈലബിൾ ആയുള്ളൊരു പൈപ്പ് എടുത്തിട്ട് ഉപയോഗിച്ചത്. പാർട്സൊക്കെ നമ്മൾ ഇവിടുന്ന്, അതായത് കണക്ട് ചെയ്യുന്ന പാർട്സുകളൊക്കെ നമ്മൾ എക്സ്ട്രാ ഇവിടുന്ന് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. പീസുകളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഗമ്മിട്ട് ആ പീസ് ആ ടീയിലേക്ക് കണക്ട് ചെയ്തു. അതിന് ശേഷം ആ ടീ എടുത്തിട്ട് നമ്മൾ ആ ബെൻഡിലേക്ക് കണക്ട് ചെയ്യാൻ ചെയ്യുന്നത്. ഇനി വരുന്ന ടീയുടെ 2 ഭാഗങ്ങളിൽ താഴേക്കുള്ള ഭാഗം പ്രധാനപ്പെട്ട പൈപ്പ് PVC പൈപ്പിൻ്റെ ആ ഒരു പോർഷനിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. പിന്നെ മുകളിലേക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് പൈപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാണുമ്പോൾ ഒരു ഭംഗി എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ മാറ്റാൻ പറ്റും. ഇനി ആ പ്രധാനപ്പെട്ട PVC പൈപ്പിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്തായിട്ട് ടീയുടെ താഴേക്കുള്ള ഭാഗം ഇറക്കി വെച്ച് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഇത് ഗം ചെയ്യാം. പിന്നെ നമ്മൾ വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഗം ചെയ്താൽ ബുദ്ധിമുട്ടായതുകൊണ്ട് അത് ലാസ്റ്റ് ടൈം ഗം ചെയ്യാമെന്ന് വിചാരിച്ചാണ് വെച്ചിരിക്കുന്നത്.
മുകളിലേക്ക് ഭംഗിക്ക് വേണ്ടി ഒരു പീസ് വെച്ച് കൊടുത്തു. പീസ് വെച്ചതിന് ശേഷം അതിന് മുകളിലൊരു എൻഡ് ക്യാപ്പും ഇട്ടും. എൻഡ് ക്യാപ്പ് ഇടുന്നതെന്ന് വെച്ചാൽ ഒന്നത് ഇതിനകത്ത് വെള്ളം ഇറങ്ങാതെ വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് പുറമെന്ന് കാണുമ്പോൾ ഒരു വൃത്തിയും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് എൻഡ് ക്യാപ്പ് ഇടുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. ഇനി അതിനെ പൈപ്പിലേക്ക് ആഡ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. നമ്മളെ ഫൈനൽ ഔട്ട്പുട്ട് ഏകദേശം ഇതുപോലെ ഉണ്ടാവും കാണാൻ. പിന്നെ കാര്യം എന്താ വെച്ചാൽ ഞാൻ ഈ തൂണിൽ കാണുന്ന ലൈറ്റുകളൊക്കെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയതുപോലെ, അതുപോലത്തെ ഒരു പുതിയ പരീക്ഷണം എന്ന രീതിക്കാണ് വെച്ചത്. ഇപ്പോൾ നമ്മൾ ബൾബ് ഇടുമ്പോൾ ഏകദേശം ഈ ഒരു ലെവലിൽ വേണം. കാരണം നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ മറവുണ്ടായതെന്ന് വെച്ചാൽ സെൻസർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ഹോൾഡർ ഹാങ് ചെയ്യുന്ന സിസ്റ്റം ഉള്ളിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെയാണ് ഈ ലൈറ്റ് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. വീട്ടിലേക്ക് ഇറങ്ങി വരുന്ന വഴിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോർണറാണ് ഇവിടെ. അപ്പോൾ താഴെ നിന്ന് വരുന്നവർക്കും മേലെ നിന്ന് വരുന്നവർക്കും കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തന്നെ നമ്മൾ പ്ലേസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. PVC പൈപ്പിൻ്റെ പോസ്റ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള കുഴി ഇവിടെ എടുക്കുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതിൽ കുഴിയിലേക്ക് ഒരു കമ്പി അടിച്ചിറക്കിയിട്ട് അതിലേക്ക് PVC പൈപ്പ് ഫിക്സ് ചെയ്യുക. അതിന് ശേഷം 4 ഭാഗത്തേക്ക് വലിച്ച് കെട്ടിയിട്ട് അത് ഉറപ്പിച്ച് വെച്ചതിന് ശേഷം താഴ്ഭാഗം കോൺക്രീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് മുമ്പായിട്ട് പ്രധാനപ്പെട്ട വയറുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഇതാണ് ഞങ്ങൾ വയർ സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് വീട്ടിൽ പണ്ട് ഡ്രിപ്പ് ഇറിഗേഷൻ്റെ പൈപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ പൈപ്പ് കുറച്ച് ഉപയോഗിക്കാത്ത വീട്ടിൽ കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൂടെയാണ് നമ്മൾ ഈ ഒരു വയറിനെ കടത്തി വിട്ടേക്കുന്നത്. പിന്നെ നമുക്ക് വീട്ടിൻ്റെ പുറത്ത് ഒരു പണ്ട് നമ്മൾ വീട് പണി നടക്കുമ്പോൾ താമസിച്ചിരുന്നൊരു ഔട്ട് ഹൗസ് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. പഴയ ആലയായിരുന്നു, അതിനെ കൺവേർട്ട് ചെയ്തായിരുന്നു നമ്മൾ ആ വീട് പണി നടക്കുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഓൾറെഡി വയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഔട്ട്പുട്ട് ഇങ്ങനെ ഉണ്ടാവും കാണാൻ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വയറിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇതിൻ്റെ താഴ്ഭാഗം നന്നായി കോൺക്രീറ്റ് ചെയ്ത ശേഷം ഇച്ചിരി കോൺക്രീറ്റൊക്കെ ഈ പൈപ്പിലായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ചു. അവിടെ താഴത്തൊരു നമുക്ക് ലെങ്ത്ത് കുറച്ചുകൂടി കുറഞ്ഞെന്ന് തോന്നിയപ്പോൾ താഴെന്ന് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീസ് താഴെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് അവിടെ ജോയിൻറ്റ് കിടക്കുന്നത്. ഇതാണ് ലൈറ്റ്. അതായത് നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ ഈ ലൈറ്റ് കത്തും. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി രാത്രി ഞാനിങ്ങനെ നടന്നു വന്നു. അപ്പോൾ അത് കറക്റ്റ് കത്തി. ഈ നൂലുകൾ എന്താ വെച്ചാൽ ഈ ഒരു പോസ്റ്റ് കറക്റ്റായിട്ട് ഫിക്സ് ആകാൻ വേണ്ടിയിട്ട് താഴെ കോൺക്രീറ്റ് ചെയ്തല്ലേ ഉള്ളൂ. അപ്പോൾ ഫിക്സ് ആകാൻ വേണ്ടിയിട്ട് കെട്ടിയതാണ്. ഇനിയിപ്പോൾ അത് കറക്റ്റായി കഴിഞ്ഞാൽ അത് മെല്ലെ ഊരി മാറ്റണം. നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ അത് കത്തും, ദൂരേക്ക് പോകുമ്പോൾ കെട്ടും. അതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. നല്ല വെളിച്ചം കിട്ടും. 20 വോൾട്ടിൻ്റെ ബൾബാണത്. ഇതാണ് ഇതിൻ്റെ ഒരു യൂസേജ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.